ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളൊരു വാർത്തയാണ് നമ്മുടെ പൂനെയിൽ നമ്മുടെ പ്രതിസുത വരനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊന്നു അല്ലേ. അപ്പോൾ ഇതിലെനിക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. ആ പയ്യനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി. ഇപ്പോൾ നിഷ്കളങ്കനായൊരു പയ്യനാണ് മരിച്ചത്. ഇതിപ്പോൾ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ കഷായം കൊടുത്തിട്ടുള്ളത്, അതുപോലെയാണ് ഏകദേശം എനിക്ക് തോന്നുന്നത്. കാരണം ഇതിപ്പോൾ കല്യാണം ഉറപ്പിച്ചു, അതുപോലെ അല്ല, അതിപ്പോൾ അവനായിട്ടാണ് സ്നേഹം, കൊന്നവനായിട്ടാണ് സ്നേഹം. പക്ഷേ ഇതെന്ന് പറയണത് 4 വർഷമായിട്ട് വേറൊരാളായിട്ട് പ്രണയത്തിലാണ്. പക്ഷേ വേറൊരാളായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് ഒളിച്ചോടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് അപമാനമാകുമെന്ന് കരുതിക്കൊണ്ട് പാവം കൊന്നതാണ്. അപ്പോൾ സിയ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു ബേക്കറി നടത്തുന്നൊരു കുട്ടിയാണ് സിയ. സിയനായിട്ട് കല്യാണം ഉറപ്പിക്കുന്ന വ്യക്തിയാണ് ആര്? കേതൻ അഗർവാൾ എന്ന് പറഞ്ഞിട്ട് പൂനെയിലെ വലിയൊരു വ്യവസായിയാണ് കേതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 17 കോടി കാസ്തിയുള്ള ആളാണ് ഈ കേതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവർ തമ്മിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞു. പക്ഷേ 4 വർഷം മുന്നേ സിയയും ചേതൻ രണ്ടാണുങ്ങളുടെയും പേര് തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടല്ലേ. അപ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അപ്പോൾ കല്യാണം ഉറപ്പിച്ചിട്ട് രണ്ടുപേരുടെയും ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സങ്കടവും വിഷമങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്താണ്, കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചേതന് ഭയങ്കര പേടി, സിയ നഷ്ടമായി പോകുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ കേതനെ കൊല്ലാനായിട്ട് ചേതനും സിയയും തമ്മിൽ കുറേ പ്ലാനിങ് നടത്തി. കുറേ പ്ലാനിങ്ങൊക്കെ പൊളിഞ്ഞു പോയി. ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ട് കേതൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് മഹാരാഷ്ട്രയിലെ ലോക്ക്ഹട്ടിൽ വെച്ചിട്ട് കൊല്ലാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും തള്ളിയിട്ട് കൊല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മരിച്ചുപോയ കേതൻ്റെ അമ്മയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടായിട്ടാണ് പോലീസിന് ഇൻഫോം ചെയ്യുന്നത്. ഒന്ന് CCTV പരിശോധിക്കണമെന്ന് ഇൻഫോം ചെയ്യുമ്പോഴാണ് ഭയങ്കര കനത്ത ചൂടിലും ഹുഡിയും മുഖമൊക്കെ ഇങ്ങനെ മൂടിയിട്ട് ഇവരുടെ തൊട്ട് ബാക്കിലായിട്ട് ഒരാൾ ഇങ്ങനെ വരുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ ആളെ ട്രേസ് ചെയ്തിട്ട് ആണ് നമ്മളുടെ ഇതൊരു മർഡർ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിലെനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം ഉറപ്പിച്ചിട്ട്, അതായത് കേതനായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് ചേതൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് അപമാനമാകുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് പാവംകുട്ടി കൊല്ലാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഇപ്പോൾ കൊന്നു കഴിഞ്ഞ് പോലീസ് കൊണ്ടുപോകുമ്പോൾ വീട്ടുകാർക്ക് യാതൊരുവിധ അപമാനവും ഇല്ല. അപ്പോൾ ശരിയാണ്, ഒളിച്ചോടി പോയതിനേക്കാളും അപമാനം കുറവാണ് കൊന്നിട്ട് ജയിലിൽ പോകുന്നത്. എന്തൊക്കെയാടേ, എനിക്ക് ആലോചിച്ചിട്ട് ചിരി വരുന്നുണ്ട്. ചിരിയല്ല, അവരുടെ ഒരു ഫാമിലിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിലും എന്തൊരു മണ്ടത്തരാണല്ലേ. ചിലപ്പോൾ ആ പയ്യനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പയ്യൻ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. ഓക്കെ, എനിക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ നീ വേറൊരാളുടെ കൂടെ പൊയ്ക്കോ എന്ന് സമ്മതിക്കുമായിരിക്കും. പക്ഷേ അതല്ലാണ്ട് കൊന്നിട്ട് ഇതിപ്പോൾ അവരുടെ ജീവിതവും പോയില്ല. ഇനിയിപ്പോൾ മർഡറൊക്കെ തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും എത്രയെങ്കിലും വർഷങ്ങളൊക്കെ കിടക്കേണ്ടി വരില്ലേ. എത്ര കാശുകാരാണെങ്കിലും കുറഞ്ഞത് കുറച്ച് വർഷമെങ്കിലും ഒക്കെ ജയിലിൽ കിടക്കണം. പിന്നെ അപമാനം വേറെ, കളിയാക്കൽ അപമാനമൊക്കെ വേറെ. അപ്പോൾ ഇതൊന്നും അപമാനം ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങോട്ട് ഒളിച്ചോടി പോകേണ്ട സാഹചര്യം ആണെങ്കിൽ അങ്ങോട്ട് പോവുക, എന്നിട്ട് തിരിച്ചു വന്നാലും മതി. ഇപ്പം അതൊന്നും നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാം, ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും ഒളിച്ചോടി പോകാൻ നിൽക്കല്ലേ. അതൊന്നല്ല ഞാൻ പറഞ്ഞത്. കൊല്ലണേലും ഭേദമല്ല ഈ പറഞ്ഞിട്ട് അവനോട് ഇഷ്ടമുള്ള ആൾക്കാരോടെ പോകുന്നത്. പിന്നെ ബാക്കി വരുന്നതൊക്കെ നമ്മൾ സഹിക്കാന്നുള്ളൂ. അപ്പോൾ എനിക്ക് സങ്കടം തോന്നിയത് ആ പയ്യൻ്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു പയ്യനാണ് ഈ കേത് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം എന്നിട്ടാണ് ബാലിയിൽ എവിടെ കണ്ടൊക്കെ നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ടൊക്കെ എടുക്കാനായിട്ട് ബുക്ക് ചെയ്തതാണ്. എന്നിട്ട് ഈ പെൺകുട്ടിയാണെന്ന് തോന്നുന്നുണ്ട് പാസ്പോർട്ടൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് മഹാരാഷ്ട്രയിലെ ലോക്ക്ഹട്ടിൽ പോയിട്ട് എന്തോ ഫോട്ടോ ഷൂട്ടോ കണ്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യ പ്രാവശ്യം പോയി. അതിനുശേഷം അവിടെ ഒരു അറ്റംപ്റ്റ് നടത്തി തള്ളിയിടാനായിട്ട്. അപ്പോൾ അതിലെന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇവള് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ എന്തോ പാമ്പിനെ കണ്ടിട്ട് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തള്ളിയതെന്നാണ് പറഞ്ഞത്. പാവച്ചക്ക വിശ്വസിച്ചു. അതിന് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരിക്കണം. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും പറഞ്ഞു പോവാന്ന്. അപ്പോൾ അങ്ങനെയാണ് തള്ളിയിട്ട്, ഭയങ്കര ആഴമുള്ളൊരു കൊക്കയായിരുന്നു. അപ്പോൾ അതിലേക്ക് തള്ളിയിട്ടപ്പോൾ തന്നെ മരിക്കാനുണ്ടായത്. അങ്ങനെ ഇപ്പോൾ 2 പേരും പിടിയിലാണ്. അപ്പോൾ എനിക്കിതിന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോർത്ത് ആരും കൊല്ലാനൊന്നും ശ്രമിക്കേണ്ട. ഇപ്പോൾ മറ്റേ കഷായം, ആ പെൺകുട്ടിയുടെ പേരെന്താ, രേഷ്മയോ ഏതൊരു കഷായം കൊടുത്തിട്ട് ഇപ്പോൾ ജയിലിലായിട്ടുള്ള പെൺകുട്ടില്ലേ, ജയിലിലായിട്ടുള്ള പെൺകുട്ടില്ലേ, കഷായം രേഷ്മ എന്താ പേര്. അപ്പോൾ ആ കുട്ടിയും ഒരു കാര്യമില്ല, കൊല്ലാണ്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയാം, ഇഷ്ടമുണ്ട്, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല, എന്തെങ്കിലും തീരുമാനിക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് ശേഷം തീരുമാനം എടുത്താൽ പോരാ. അല്ലാണ്ട് ഈ കൊല്ലുക എന്ന് പറയുന്നത് മണ്ടത്തരാണ്. ഇക്കാലത്ത് എന്തൊക്കെ ചെയ്താലും ആൾക്കാർ പിടിക്കപ്പെടും. എങ്ങനെ ഈ ഒരു കാലത്ത് ടെക്നോളജി അനുസരിച്ച്, പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഈ ഒരു കാലത്ത് എന്തൊക്കെ ചെയ്താലും പിടിക്കപ്പെടും. അപ്പോൾ
എന്താണ് ഒരിക്കലും ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഇവരൊക്കെ അത്യാവശ്യം കാശുള്ളവരാണ്. ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തിന് കൊള്ള ആൾക്കാരുടെ പരിഹാസം, അപമാനം. ഇപ്പോൾ വീട്ടുകാർക്ക് ഒരു അപമാനം ഉണ്ടായിട്ടില്ല. ഇതിൽ ഭേദം ഒളിച്ചോടി പോയാൽ മതി എന്നായിരിക്കും ഇപ്പോൾ ആ പെൺകുട്ടി ചിന്തിക്കുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ പിടിക്കപ്പെടും. അപ്പോൾ അതിലും ഭേദം രണ്ടാൾക്കാരോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുറന്ന് പറഞ്ഞ് ഇഷ്ടമുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാനായിരിക്കും നല്ലത്. അല്ലാണ്ട് ഇതിൻ്റെ പേരിൽ അയാളെ കൊല്ല, അയാളുടെ ജീവിതവും, അയാൾക്ക് വേറെ ജീവിതം ഉണ്ടായിരുന്നില്ലേ, അയാളുടെ ജീവിതം എല്ലാം നശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ ആരെങ്കിലും കൊല്ലാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ മാറാം. മണ്ടത്തരാണ്. അവനവൻ്റെ ജീവിതമാണ് പോകുന്നത്, മറ്റുള്ളവരുടെ ജീവിതമാണ് പോകുന്നത്. അപ്പോൾ വെറുതെ നമ്മൾ എന്തിനാണ് ഈ പാടിയിരിക്കുന്നത്? അപ്പോൾ എന്താണ്, ഇതൊന്നും കേട്ട് ആരും എന്നെ പൊങ്കാലിടാൻ വരണ്ട. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം എൻ്റെ വീഡിയോയിലൂടെയല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കണക്ട്. ബൈ. സീ യു.